നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജനുവരി 22 പ്രഖ്യാപിച്ച പണിമുടക്ക് സമരത്തിൽ പങ്കെടുത്ത് മണ്ണാർക്കാട്ടുള്ള ജീവനക്കാരും അധ്യാപകരും പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. KGOU സംസ്ഥാന കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ചെയർമാൻ ഉസ്മാൻ കരിമനക്കൽ അധ്യക്ഷത വഹിച്ചു. KPSTS സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ജോസ് മുഖ്യ പ്രഭാഷണം നടത്തി. UK ബഷീർ, GR രാജലക്ഷ്മി, N സുജേഷ്, നഷീദ് പിലാക്കൽ, P മനോജ് ചന്ദ്രൻ, നസീർ ബാബു, R ജയമോഹൻ, നൌഫൽ താളിയിൽ, P സുധീർ, സന്തോഷ് കുമാർ, മഞ്ജു ബി നായർ, അബ്ദുറഹിമാൻ, R മനോജ്, ഡോക്ടർ P ജയരാജൻ, M പ്രദീപ്, PK രാജീവൻ, M രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ശമ്പള പരിഷ്കരണം നടത്തുക, ലീവ് സറണ്ടർ അനുവദിക്കുക, DA കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അധ്യാപകരും ജീവനക്കാരും പണിമുടക്കിയത്. CP അനുകൂല സംഘടന ജോയിൻസ് കൗൺസിലിൻ്റെയും കോൺഗ്രസ് അനുകൂല സംഘടനയിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയുമാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. KGOU സംസ്ഥാന കൗൺസിലറും നമ്മുടെ പ്രിയ സുഹൃത്തുമായ മണികണ്ഠൻ സാർ ഈ പ്രതിഷേധ സമര പരിപാടിക്ക് അധ്യക്ഷനായിട്ടുള്ള സെറ്റോ ചെയർമാൻ ഒരു സമരം എന്ന രീതിയിലാണ് ഈ പണിമുടക്ക് സമരം ഈ ജനുവരി 22-ന് കേരളമൊട്ടാകെ ഇന്ന് നടക്കുന്നത്. കോൺഗ്രസിൻ്റെയും ഭരണകക്ഷിയിൽപ്പെട്ട CPIയുടെ സംഘടന ഉൾപ്പെടെ ഇന്ന് പ്രതിഷേധത്തിലാണെങ്കിൽ ഇത് പെട്ടെന്നുണ്ടായ സംഭവമല്ല. പ്രിയപ്പെട്ടവരെ, ബദിരകർണങ്ങൾ തുറക്കട്ടെ, അന്ധനയനങ്ങൾ തുറക്കട്ടെ എന്ന സമരാഹ്വാനവുമായി സെക്ടോ സംഘടനകൾ ഈ വർഷം ആരംഭത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജീവനക്കാരും അധ്യാപകരും അനുഭവിക്കുന്ന ഒട്ടനവധി പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തുടർ ഭരണത്തിൽ ഏത് ധാർഷ്ട്യവും ധിക്കാരവും നടപ്പാക്കാമെന്നുള്ള ചിന്തയിൽ ജീവനക്കാരുടെയോ അധ്യാപകരുടെയോ ന്യായമായ പല അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള നിരവധി സമര പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് ഈ കാണുന്ന സൂചനാ പണിമുടക്ക് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരത്തിന് ആധാരമായ എല്ലാ വിഷയങ്ങളും സ്വാഗത പ്രസംഗം മുതൽ ഇവിടെ ഉദ്ഘാടകന്റെ പ്രസംഗം വരെയുള്ള പ്രഭാഷണത്തിൽ നിങ്ങൾ കേൾക്കുകയുണ്ടായി. നാളിതുവരെ ഒരു ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു നയമാണ് ജീവനക്കാരോടും അധ്യാപകരോടും ഈ ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിരവധി പോരാട്ടങ്ങളുടെ തുടർച്ചയായി കഴിഞ്ഞ വർഷം അവസാനത്തിൽ ജീവനക്കാർക്ക് 2 ഗഡു ക്ഷാമബന്ധ അനുവദിക്കുകയുണ്ടായി. 21% കുടിശ്ശികയായിരിക്കെ 2% അനുവദിച്ചുകൊണ്ട് 2 തന്നില്ലേ, ഇനി 1 ഉള്ളൂ എന്ന് ചോദിച്ച രീതിയിലുള്ള പ്രതികരണമാണ് കണ്ടത്. എപ്പോഴും DA കുടിശ്ശിക അനുവദിക്കുമ്പോൾ അതിൻ്റെ കുടിശ്ശിക, അതിൻ്റെ അരിയർ PF-ലേക്ക് ഉൾപ്പെടെ മാറ്റുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ 2% അനുവദിച്ചപ്പോഴും അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 3% കുടിശ്ശിക കൂടി അനുവദിക്കുകയുണ്ടായി. ഈ 3%, മുൻപ് അനുവദിച്ച 2% ഉൾപ്പെടെയുള്ള 5% DA കുടിശ്ശികയുടെ അരിയർ ഇതുവരെ PF-ലേക്ക് ലയിപ്പിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അധ്യാപകരും ജീവനക്കാരുമൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന DAക്ക് അനുസരിച്ച് അവരുടെ ജീവിത ചെലവ് വർദ്ധിക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിന് സാധിക്കുമെങ്കിൽ കേരളത്തിൽ 6 ഗഡു കുടിശ്ശികയാണ്, 19% DA കുടിശ്ശികയാണ്. ഇതൊന്നും അനുവദിക്കാൻ ഈ സർക്കാർ തയ്യാറാകാത്തതുകൊണ്ടാണ് ജീവനക്കാരെ, അധ്യാപകരെ, അതുമൂലം അത് സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമെന്ന രീതിയിൽ ഞങ്ങൾ പണിമുടക്ക് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇതുപോലെ നിരവധിയായ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടി എല്ലാ കാലത്തും ഭരിക്കുന്ന പാർട്ടി ഏതെന്നോ ഭരിക്കുന്ന സംഘടന ഏതെന്നോ നോക്കാതെ അവകാശങ്ങൾക്ക് വേണ്ടി വീരോദാത്തമായി പോരാടിയിട്ടുള്ള അധ്യാപക പ്രസ്ഥാനവും സിവിൽ സർവീസ് പ്രസ്ഥാനവുമാണ് സെക്ടോ സംഘടന എന്ന് പറയുന്നതിൽ അതിയായ അഭിമാനമുണ്ട്. ഏതായാലും ഈ സെക്ടോ സംഘടന അംഗസംഘടനകളൊക്കെ പങ്കെടുത്തുകൊണ്ട്
ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പണിമുടക്ക് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത എല്ലാ ജീവനക്കാരെയും അധ്യാപകരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്യുന്നു. ലക്ഷ്യം നേടുന്നതുവരെ ഈ സമരം തുടരുമെന്ന ആഹ്വാനം നിർവഹിച്ചുകൊണ്ട് ഈ പണിമുടക്ക് സമരത്തിന് എല്ലാ അഭിവാദ്യവും അർപ്പിക്കുന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാരെയും അധ്യാപകരെയും അഭിവാദ്യം ചെയ്യുന്നു. ജയ് ഹിന്ദ്, സെറ്റോ. കയറ്റം തടയാതിരിക്കുകയും രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്ത ഇടത് കപട സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭം നേരിടുന്നതിന്റെ ഭാഗമായി ശക്തമായ സമരം ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ജനുവരി 28 പണിമുടക്കിന്റെ ഭാഗമായിട്ടാണ് മണ്ണാർക്കാട് താലൂക്ക് കമ്മിറ്റി ഇങ്ങനെ ഒരു സമര പോരാട്ടത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഭരണക്കാരായ ഇടതന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും SCUITOയിലെ സംഘടനകളായ KPSTAക്കും NGOയ്ക്കും KGOയ്ക്കും KGOയുവിനും യാതൊരു മടിയുമില്ല എന്ന് ഉറക്കെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം ചരിത്രത്തിലില്ലാത്ത വിധം 19% DA കുടിശ്ശിക വരുത്തിയ ഒരു സർക്കാരാണിത്. 19% എന്ന് പറയുമ്പോൾ 1/5 കുടിശ്ശികയാക്കിയ 5 ദിവസം വർക്ക് ചെയ്താൽ 1 ദിവസം ശമ്പളം തരാത്ത സർക്കാരായി തൊഴിലാളി പ്രേമം പറഞ്ഞു നടക്കുന്ന, തൊഴിലാളി സ്നേഹം പറഞ്ഞു നടക്കുന്ന ഈ സർക്കാരും അതിന്റെ അടിമക്കൂട്ടങ്ങളായ സഖാക്കളായിട്ടുള്ള KSDAക്കാരും NGO യൂണിയൻകാരും അതപ്പതിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. DA സമരം മാത്രമല്ല, DAക്ക് വേണ്ടി 1970കളിൽ എല്ലാ സംഘടനകളും കൂട്ടമായി ചെയ്ത സമരത്തിന്റെ ഭാഗമായി നാം നേടിയെടുത്ത ഈ അവകാശത്തെ തൃണവൽക്കരിക്കാൻ ഒരു പിണറായിയും വളർന്നിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ സെറ്റോ ആഗ്രഹിക്കുകയാണ്. DA മാത്രമല്ല, സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞിയുടെ പ്രശ്നം 2 വർഷമായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്നു. KPSTA കേസ് ഫയൽ ചെയ്യാത്ത മാസങ്ങളിലെല്ലാം കുടിശ്ശികയാക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിൽ പോലും കൈയിട്ട് വാരുന്ന ഒരു സർക്കാരായി ഇത് മാറിയിരിക്കുകയാണ്. ഭിന്നശേഷിയുടെ പ്രശ്നം പറഞ്ഞ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ നിയമനവും ശമ്പളവും തടഞ്ഞു വെക്കുന്ന ഈ സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് മേൽ അവകാശങ്ങൾക്ക് മുമ്പിൽ ഒരു ദയവും കാണിക്കാത്ത, നിർദാക്ഷിണ്യം കാണിക്കാത്ത സർക്കാരായി ഇവർ മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, പങ്കാളിത്ത പെൻഷൻ അധികാരമേറ്റ് 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അറബിക്കടലിൽ വലിച്ചെറിയും എന്ന് പ്രസംഗിച്ചും വാഗ്ദാനം ചെയ്തും പ്രകടന പത്രികയിൽ രേഖപ്പെടുത്തുകയും ചെയ്ത LDF സർക്കാർ 48 മണിക്കൂറല്ല 8.5 വർഷം കഴിഞ്ഞിട്ടും അറബിക്കടലിൽ പോയിട്ട് മുഖ്യന്റെ ക്ലിഫ് ഹൗസിന്റെ തോട്ടുപക്കത്ത് പോലും എറിയാൻ സാധിക്കാത്ത ഒരു സർക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. പങ്കാളിത്ത പെൻഷൻ, DA കുടിശ്ശിക, ഉച്ചഭക്ഷണത്തിലെ പ്രശ്നങ്ങൾ, ഫണ്ട് ലീവ് സറണ്ടറിന് വേണ്ടി അഞ്ചടി ഭരിക്കുന്ന സമയത്തും സെറ്റോ സംഘടനകൾ ധീരോദാത്തമായി 32 ദിവസം സമരം ചെയ്ത് ചെറുത്തു നിന്നിട്ടുണ്ടെങ്കിൽ, പ്രതിരോധ കോട്ട തീർത്തിട്ടുണ്ടെങ്കിൽ, ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഏതറ്റം വരെയും സമരം ചെയ്ത് മുന്നോട്ട് പോകാൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് KPSTAയും NGO അസോസിയേഷനും KGOയും അടക്കമുള്ള സെറ്റോ സംഘടനകൾ എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംപെക്സ് മാട്രസ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കല്ലത്താണി. പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇംപെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ്, കരിങ്കല്ലത്താണിയിൽ. മൊബൈൽ 9526100066.